പൂരത്തൂർ ശ്രീ ഇളംകരിമകൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഈ മാസം 29 മുതൽ 31 വരെ നടത്തപ്പെടും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. പൂരത്തൂർ ശ്രീ ഇളംകരിമകൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ജനുവരി 29, 30, 31 തീയതികളിലായി പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചു. 29-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും. ഇതോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഉണ്ടാകും. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജയും കളിയാട്ടം ചടങ്ങുകളും ആരംഭിക്കും. 30-ന് രാത്രി 8-ന് വെള്ളാട്ടം, തുടർന്ന് മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി, തുടർന്ന് തൃശൂർ സദ്ഗമയുടെ ഉപ്പ് എന്ന നാടകം, രാത്രി 11-ന് വർണ്ണാഭമായ കാഴ്ചവരവും നടക്കും. 31-ന് പുലർച്ചെ മലക്കാരി, ഇളംകരിമകൻ, പൂതാടി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. തുലാഭാരം തൂക്കൽ പ്രധാന ചടങ്ങാണ്. കളിയാട്ടത്തിന് അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികളായ പി. കുഞ്ഞിരാമൻ നമ്പ്യാർ, കെ. രാഘവൻ, എം. സന്തോഷ്, അനിൽകുമാർ, എം. ഗണേശൻ, വി. നാരായണൻ, എം. മനോജ് എന്നിവർ അറിയിച്ചു. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ ഉരുത്തൂർ ശ്രീ ഇളംകരിമകൻ ക്ഷേത്രം ഉരുത്തൂർ. കളിയാട്ട മഹോത്സവം എല്ലാ വർഷവും ജനുവരി 29, 30, 31. ചിലപ്പോൾ തെക്കുറി എന്നുള്ള നിലയിൽ മകരം 16, 17, 15-ന് പ്രതിഷ്ഠാദിനം, 16-ന് ഉത്സവം, 17-ന് രാവിലെ 10 മണിയോടുകൂടി തറ സമാപിക്കുന്നതായിരിക്കും. അത് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മകരം 16-ന് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠാ കർമ്മങ്ങൾ മകരം 15-ന് ഇടവലത്ത് പൊടിയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാദിന പരിപാടികൾ രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്നതും അതിൻ്റെ പൂജാതി കർമ്മങ്ങളോടുകൂടി സമാപിക്കുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ 15-ാം തീയതി വൈകുന്നേരം തെറ ആരംഭം മേൽശാന്തി മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി ആണ് ക്ഷേത്രം മേൽശാന്തിയായിട്ട് വർഷങ്ങളായിട്ട് ശാന്തി ഇവിടെ നടന്നു വരുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity.